ഉത്തമഗീതം അദ്ധ്യായം 4. മണവാളൻ. എൻ്റെ പ്രിയേ, നീ സുന്ദരിയാണ്, നീ അതീവ സുന്ദരി തന്നെ. മൂടുപടത്തിനുള്ളിൽ നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളെപ്പോലെയാണ്. ഗിലെയാദ് മലഞ്ചെരിവുകളിലേക്ക് ഇറങ്ങിവരുന്ന കോലാട്ടിൻപറ്റത്തെ പോലെയാണ് നിന്റെ കേശഭാരം. രോമം കത്രിച്ച് കുളി കഴിഞ്ഞു വരുന്ന ആട്ടിൻകൂട്ടം പോലെ വെണ്മയുള്ളതാണ് നിന്റെ ദന്തനിര. അത് ഒന്നൊഴിയാതെ നിരയൊത്തിരിക്കുന്നു. നിന്റെ അധരം ചെന്നൂല് പോലെയാണ്, നിന്റെ മൊഴികൾ മധു ഊറുന്നതാണ്. മൂടുപടത്തിനുള്ളിൽ നിന്റെ കവിൾത്തടങ്ങൾ മാതളപ്പഴപ്പകുതികൾ പോലെയാണ്. നിന്റെ കഴുത്ത് ആയുധശാലയായി നിർമ്മിച്ച ദാവീദിന്റെ ഗോപുരം പോലെയാണ്. വീരന്മാരുടെ പരിചകൾ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ നിന്റെ കണ്ഠാഭരണം ശോഭിക്കുന്നു. നിന്റെ സ്തനങ്ങൾ ലില്ലികൾക്കിടയിൽ മേയുന്ന ഇരട്ടമാൻകുട്ടികളെ പോലെയാണ്. വെയിലാറി നിഴൽ മായുമ്പോൾ മീറാമലയിലും കുന്തുരുക്കക്കുന്നിലും ഞാൻ ഓടിച്ചെല്ലും. എൻ്റെ ഓമനെ, നീ സർവാംഗ സുന്ദരിയാണ്. നീ എത്ര അവികലയാണ്. എൻ്റെ മണവാട്ടി, ലെബനോനിൽ നിന്ന് എൻ്റെ കൂടെ വരിക. അതെ, ലെബനോനിൽ നിന്ന് എൻ്റെ കൂടെ പോരുക. അമാന കൊടുമുടിയിൽ നിന്ന് ഇറങ്ങിപ്പോരുക. സെനീറിൻ്റെയും ഹെർമോൻ്റെയും കൊടുമുടികളിൽ നിന്ന്, സിംഹങ്ങളുടെ ഗുഹകളിൽ നിന്ന്, പുള്ളിപ്പുലികൾ വിഹരിക്കുന്ന മലകളിൽ നിന്ന് ഇറങ്ങി വരിക. എൻ്റെ സോദരി, എൻ്റെ മണവാട്ടി, നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു. നിന്റെ ഒറ്റ കടാക്ഷം കൊണ്ട്, നിന്റെ കണ്ഠാഭരണത്തിലെ ഒറ്റ രത്നം കൊണ്ട് എൻ്റെ ഹൃദയം കവർന്നെടുത്തിരിക്കുന്നു. എൻ്റെ സോദരി, എൻ്റെ മണവാട്ടി, നിന്റെ പ്രേമം എത്ര മാധുര്യമുള്ളത്! നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ എത്ര ശ്രേഷ്ഠം! നിന്റെ തൈലം ഏത് സുഗന്ധദ്രവ്യത്തെക്കാളും സുരഭിലമാണ്. എൻ്റെ മണവാട്ടി, നിന്റെ അധരം അമൃതം പൊഴിക്കുന്നു. തേനും പാലും നിന്റെ നാവിൽ ഊറുന്നു. നിന്റെ വസ്ത്രങ്ങളുടെ തൂമണം ലെബനോനിലെ സുഗന്ധദ്രവ്യം പോലെയാണ്. അടച്ചുപൂട്ടിയ ഉദ്യാനമാണ് എൻ്റെ സോദരി. എൻ്റെ മണവാട്ടി അടച്ച ഉദ്യാനമാണ്, മുദ്രവെച്ച നീരുറവ. മാതളത്തോട്ടം നിന്നിൽ വളരുന്നു, അത് വിശിഷ്ട ഫലം പുറപ്പെടുവിക്കുന്നു. മൈലാഞ്ചിയും ജടാമാഞ്ചിയും നിന്നിലുണ്ട്. ജടാമാഞ്ചിയും കുങ്കുമവും വയമ്പും ഇലവങ്കവും സകലവിധ കുന്തുരുക്ക വൃക്ഷങ്ങളും മീറായും കറ്റാർവാഴയും എല്ലാവിധ മികച്ച സുഗന്ധദ്രവ്യങ്ങളും അവിടെയുണ്ട്. ഉദ്യാനത്തിലെ ഉറവയാണു നീ, ജീവജലത്തിൻ്റെ കിണർ, ലെബനോനിൽ നിന്ന് ഒഴുകുന്ന അരുവി. മണവാട്ടി, വടക്കൻ കാറ്റേ ഉണരുക, തെക്കൻ കാറ്റേ വരുക. എൻ്റെ ഉദ്യാനത്തിൽ വീശുക, അതിൻ്റെ പരിമളം വിദൂരത്തും പരക്കട്ടെ. എൻ്റെ പ്രാണപ്രിയൻ അവൻ്റെ ഉദ്യാനത്തിൽ വരട്ടെ, അതിൻ്റെ വിശിഷ്ട ഫലങ്ങൾ ആസ്വദിക്കട്ടെ. അദ്ധ്യായം 5. മണവാളൻ. എൻ്റെ സോദരി, എൻ്റെ മണവാട്ടി, ഞാൻ എൻ്റെ പൂന്തോപ്പിലേക്ക് വരുന്നു. ഞാൻ സുഗന്ധദ്രവ്യങ്ങളും മീറയും സംഭരിക്കുന്നു. തേനും തേൻകട്ടയും ഞാൻ ആസ്വദിക്കുന്നു. ഞാൻ വീഞ്ഞും പാലും കുടിക്കുന്നു. തിന്നുക, തോഴന്മാരെ കുടിക്കുക, കാമുകന്മാരെ കുടിച്ചു മതിക്കുക. ഗാനം 4. മണവാട്ടി. ഞാൻ ഉറങ്ങി, പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു. അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു. മണവാളൻ. എൻ്റെ സോദരി, എൻ്റെ പ്രിയേ, എൻ്റെ മാടപ്പിറാവേ, എൻ്റെ പൂർണ്ണവതി, തുറന്നു തരുക. എൻ്റെ തല തുഷാരബിന്ദുക്കൾ കൊണ്ടും എൻ്റെ മുടി മഞ്ഞുതുള്ളികൾ കൊണ്ടും നനഞ്ഞിരിക്കുന്നു. മണവാട്ടി. ഞാൻ എൻ്റെ അങ്കി ഊരിക്കളഞ്ഞു. ഞാൻ അത് എങ്ങനെ അണിയും? ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകി. ഞാനിനി എങ്ങനെ മണ്ണിൽ ചവിട്ടും? എൻ്റെ പ്രിയൻ വാതിൽക്കുളത്തിൽ പിടിച്ചു. എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. എൻ്റെ പ്രിയന് തുറന്നു കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു. എൻ്റെ കയ്യിൽ നിന്നു മീറയും എൻ്റെ വിരലുകളിൽ നിന്ന് മീറത്തുള്ളിയും വാതിൽക്കുളത്തിൽ ഇറ്റുവീണു. എൻ്റെ പ്രിയനായി ഞാൻ കതകു തുറന്നു, പക്ഷേ അവൻ അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയം പരവശമായി. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ വിളി കേട്ടില്ല. കാവൽക്കാർ നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങുമ്പോൾ എന്നെ കണ്ടു. അവരെന്നെ തല്ലി, അവരെന്നെ മുറിവേൽപ്പിച്ചു. അവർ എൻ്റെ അങ്കി കവർന്നെടുത്തു. മതിലുകളുടെ ആ കാവൽക്കാർ തന്നെ. ജെറുസലേം പുത്രിമാരെ, ഞാൻ കെഞ്ചുന്നു. എൻ്റെ പ്രിയനെ കണ്ടാൽ ഞാൻ പ്രേമാതുരയാണെന്ന് അവനെ അറിയിക്കണമേ. തോഴിമാർ. മാനിനിമാരിൽ അതിസുന്ദരി, ഇതര കാമുകന്മാരെക്കാൾ നിന്റെ കാമുകന് എന്തു മേന്മയാണുള്ളത്? ഞങ്ങളോടിങ്ങനെ കെഞ്ചാൻ മാത്രം നിന്റെ കാമുകന് മറ്റു കാമുകന്മാരെക്കാൾ എന്തു മേന്മ? മണവാട്ടി. എൻ്റെ പ്രിയൻ അരുണനെപ്പോലെ തേജസ്സുറ്റവൻ, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ്റെ ശിരസ്സ് തനി തങ്കമാണ്. കാക്കക്കറുപ്പുള്ള അവൻ്റെ അളകാവലി തിരമാലയ്ക്ക് തുല്യം. അവൻ്റെ കണ്ണുകൾ അരുവിക്കരയിലെ പ്രാവുകളെ പോലെയാണ്.
പാലിൽ കുളിച്ചു തൂവലൊതുക്കിയ അരിപ്രാവുകളെപ്പോലെ തന്നെ. അവൻ്റെ കവിളുകൾ സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങൾ പോലെയാണ്. അവിടെ നിന്ന് പരിമളം പൊഴിയുന്നു. അവൻ്റെ അധരം ലില്ലിപ്പൂക്കളാണ്. അവിടെ നിന്ന് നറുംപശദ്രവം ഇറ്റുവീഴുന്നു. അവൻ്റെ ഭുജങ്ങൾ രത്നം പതിച്ച സുവർണദണ്ഡുകൾ. അവൻ്റെ ശരീരം ഇന്ദ്രനീലം പതിച്ച ദന്തനിർമ്മിതിയാണ്. അവൻ്റെ കാലുകൾ സുവർണതലത്തിൽ ഉറപ്പിച്ച വെണ്ണക്കൽ സ്തംഭങ്ങൾ. അവൻ്റെ ആകാരം ലെബനോനിലെ വിശിഷ്ടമായ ദേവദാരു പോലെ. അവൻ്റെ മൊഴികൾ അതിമധുരമാണ്. എല്ലാം കൊണ്ടും അഭികാമ്യനാണ് അവൻ. ജെറുസലേം പുത്രിമാരെ, ഇതാണ് എൻ്റെ പ്രിയൻ, ഇതാണ് എൻ്റെ തോഴൻ. അധ്യായം 6. തോഴിമാർ. അങ്കനമാരിൽ അഴകാർന്നവളെ, നിന്റെ പ്രിയൻ എങ്ങുപോയി? എങ്ങോട്ടാണ് നിന്റെ പ്രിയൻ പിരിഞ്ഞു പോയത്? പറയൂ, നിന്നോടൊപ്പം ഞങ്ങളും അവനെ തേടി വരാം. മണവാട്ടി. എൻ്റെ പ്രാണപ്രിയൻ തൻ്റെ ഉദ്യാനത്തിലേക്ക്, സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. തൻ്റെ ആട്ടിൻപറ്റത്തെ മേയ്ക്കാനും ലില്ലിപ്പൂക്കൾ ശേഖരിക്കാനും തന്നെ. ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്, എൻ്റെ പ്രിയൻ എൻ്റേതും. അവൻ ആട്ടിൻപറ്റത്തെ ലില്ലികൾക്കിടയിൽ മേയ്ക്കുന്നു. ഗാനം 5. മണവാളൻ. എൻ്റെ പ്രിയേ, നീ തിർസാ നഗരം പോലെ മനോഹരിയാണ്, ജെറുസലേം പോലെ സുന്ദരിയും. കൊടിക്കൂറുകളേന്തി വരുന്ന സൈന്യം പോലെ നീ ഭയതയുമാണ്. നീ എന്നിൽ നിന്ന് നോട്ടം പിൻവലിക്കുക, അതെന്നെ വിവശനാക്കുന്നു. നിന്റെ തലമുടി ഗിലെയാദ് മലഞ്ചെരിവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻപറ്റം പോലെയാണ്. കുളി കഴിഞ്ഞു വരുന്ന ചെമ്മരിയാടുകളെപ്പോലെ ഒന്നൊഴിയാതെ നിരയൊത്തതാണ് നിന്റെ പല്ലുകൾ. മൂടുപടത്തിൽ മറഞ്ഞ നിന്റെ കവിൾത്തടങ്ങൾ മാതളപ്പഴ പകുതി പോലെയാണ്. 60 രാജ്ഞിമാരും 80 ഉപനാരികളും എണ്ണമറ്റ കന്യകമാരുമുണ്ട്. എന്നാൽ എൻ്റെ മാടപ്രാവ്, എൻ്റെ പൂർണ്ണവതി ഒരുവൾ മാത്രം. അമ്മയ്ക്കവൾ ഓമനയാണ്, ഉദരത്തിൽ വഹിച്ചവൾക്കവൾ അവികലയാണ്. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു. രാജ്ഞിമാരും ഉപനാരികളും അങ്ങനെ തന്നെ അവളെ പുകഴ്ത്തി. ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വിനിയും കൊടിക്കൂറുകളേന്തുന്ന സൈന്യത്തെ പോലെ ഭയതയുമായ ഇവൾ ആരാണ്? ഞാൻ ബദാം തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു, താഴ്വരയിലെ പൂങ്കുലകൾ കാണാൻ, മുന്തിരിവള്ളികൾ മൊട്ടിട്ടോ എന്നറിയാൻ, മാതളമരങ്ങൾ പൂവിട്ടോ എന്ന് നോക്കാൻ. ഞാൻ മണവാട്ടി. ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഭാവന എന്നെ രഥത്തിൽ എൻ്റെ നാഥൻ്റെ അരികിലിരുത്തി. തോഴിമാർ. ശൂലാം കന്യകെ, മടങ്ങിവരൂ, മടങ്ങിവരൂ, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. 2 സംഘങ്ങളുടെ മധ്യത്തിൽ നൃത്തം ചെയ്യുന്ന ശൂലാം കന്യകയെ നിങ്ങൾ എന്തിനു തുറിച്ചു നോക്കുന്നു? അധ്യായം 7. മണവാളൻ. രാജകുമാരി, പാതുകമണിഞ്ഞ നിന്റെ പാദങ്ങൾ എത്ര മനോഹരം! സമർത്ഥനായ ശില്പി തീർത്ത കോമളമായ രത്നഭൂഷണം പോലെയാണ് നിന്റെ നിതംബം. സുരഭിലമായ വീഞ്ഞൊഴിയാത്ത വൃത്തമൊത്ത പാനപാത്രമാണ് നിന്റെ നാഭി. ലില്ലിപ്പൂക്കൾ അതിരിട്ട ഗോതമ്പ് കൂനയാണ് നിന്റെ ഉദരം. ഇരട്ട പിറന്ന മാൻകുട്ടികളെപ്പോലെയാണ് നിന്റെ സ്തനങ്ങൾ. ദന്തനിർമ്മിതമായ ഗോപുരം പോലെയാണ് നിന്റെ കഴുത്ത്. ഹെഷ്ബോണിലെ ബത്രബീം കവാടത്തിനരികിലുള്ള കുളങ്ങൾ പോലെയാണ് നിന്റെ നയനങ്ങൾ. ദമാസ്കസിലേക്ക് നോക്കി നിൽക്കുന്ന ലെബനോൻ ഗോപുരം പോലെയാണ് നിന്റെ നാസിക. കാർമൽ മല പോലെ നിന്റെ ശിരസ് ഉയർന്നു നിൽക്കുന്നു. നിന്റെ ഒഴുകുന്ന അളകാവലി രക്താംബരം പോലെയാണ്. നിന്റെ അളകങ്ങൾ രാജാവിനെ തടവിലാക്കാൻ പോന്നതാണ്. പ്രിയേ, ആനന്ദദായിനി, നീ എത്ര സുന്ദരിയാണ്, എത്ര ഹൃദയഹാരിണിയാണ്. ഈന്തപ്പന പോലെ പ്രൗഢിയുറ്റവളാണു നീ. നിന്റെ സ്തനങ്ങൾ അതിൻ്റെ കുലകൾ പോലെയാണ്. ഞാൻ ഈന്തപ്പനയിൽ കയറും, അതിൻ്റെ കൈകളിൽ പിടിക്കും. നിന്റെ സ്തനങ്ങൾ മുന്തിരിക്കുലകൾ പോലെയും നിന്റെ ശ്വാസം ആപ്പിളിൻ്റേതുപോലെ സുഗന്ധമുള്ളതുമായിരിക്കട്ടെ. അധരങ്ങളിലൂടെയും ദന്തങ്ങളിലൂടെയും മൃദുവായി ഒഴുകിയിറങ്ങുന്ന ഉത്തമമായ വീഞ്ഞു പോലെയായിരിക്കട്ടെ നിന്റെ ചുംബനങ്ങൾ. മണവാട്ടി. ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്, അവൻ എന്നെയാണ് കാംക്ഷിക്കുന്നത്. എൻ്റെ പ്രിയനെ, വരൂ, നമുക്ക് വയലിലേക്ക് പോകാം, ഗ്രാമത്തിൽ ഉറങ്ങാം. രാവിലെ നമുക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം. മുന്തിരി മൊട്ടിട്ടോ എന്ന് നോക്കാം, മുന്തിരിപ്പൂക്കൾ വിടർന്നോ എന്ന് നോക്കാം, മാതളനാരകം പൂവിട്ടോ എന്ന് അന്വേഷിക്കാം. അവിടെ വെച്ച് നിനക്ക് ഞാൻ എൻ്റെ പ്രേമം പകരാം. ദുദായിപ്പഴം സുഗന്ധം വീശുന്നു. നമ്മുടെ വാതിൽക്കൽ എല്ലാ വിശിഷ്ട ഫലങ്ങളുമുണ്ട്. പ്രിയനെ, പഴുത്തതും ഉണങ്ങിയതുമെല്ലാം നിനക്കായി ഒരുക്കിയിരിക്കുന്നു. അധ്യായം 8.
നീ സഹോദരനായിരുന്നെങ്കിൽ, എൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നവനെങ്കിൽ പുറത്തു വെച്ചും എനിക്ക് നിന്നെ ചുംബിക്കാമായിരുന്നു. ആരും എന്നെ നിന്ദിക്കുകയില്ല. ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക്, എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ അറയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. സുരഭിലമായ വീഞ്ഞും എൻ്റെ മാതളനാരങ്ങയുടെ രസവും ഞാൻ നിനക്ക് നൽകുമായിരുന്നു. അവൻ്റെ ഇടതുകരം എൻ്റെ തലയണയായിരുന്നെങ്കിൽ, വലതുകരം എന്നെ ആലിംഗനം ചെയ്തിരുന്നെങ്കിൽ. മണവാളൻ: ജെറുസലേം പുത്രിമാരെ, ഞാൻ കെഞ്ചുന്നു, സമയമാകും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടിയുണർത്തരുതേ, ഇളക്കിവിടരുതേ. ഗാനം 6. തോഴിമാർ. ആത്മനാഥനെ ചാരി വിജനപ്രദേശത്തു നിന്ന് വരുന്ന ഇവൾ ആരാണ്? മണവാളൻ: ആപ്പിൾ മരച്ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ നിന്റെ അമ്മ ഈറ്റുനോവ് അനുഭവിച്ചു നിന്നെ പ്രസവിച്ചു. നിന്നെ പ്രസവിച്ചവൾ അവിടെ വെച്ചാണ് പ്രസവവേദന അനുഭവിച്ചത്. നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക. പ്രേമം മരണത്തെപ്പോലെ ശക്തമാണ്, അസൂയ ശവക്കുഴി പോലെ ക്രൂരവുമാണ്. അതിൻ്റെ ജ്വാലകൾ തീജ്വാലകളാണ്, അതിശക്തമായ തീജ്വാല. ജലസഞ്ചയങ്ങൾക്ക് പ്രേമാഗ്നിയെ കെടുത്താനാവില്ല, പ്രവാഹങ്ങൾക്ക് അതിനെ ആഴ്ത്താൻ കഴിയുകയുമില്ല. പ്രേമം വിലയ്ക്ക് വാങ്ങാൻ സർവ്വസമ്പത്തും കൊടുത്താലും അത് അപഹാസ്യമാവുകയുള്ളൂ. സഹോദരന്മാർ. നമുക്കൊരു കുഞ്ഞു സഹോദരിയുണ്ട്. അവളുടെ സ്തനങ്ങൾ വളർന്നിട്ടില്ല. നമ്മുടെ സഹോദരിക്ക് വേണ്ടി വിവാഹാലോചന വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? അവൾ ഒരു മതിലായിരുന്നെങ്കിൽ ഒരു വെള്ളിഗോപുരം പണിയാമായിരുന്നു. അവൾ ഒരു കവാടമായിരുന്നെങ്കിൽ നമുക്ക് ദേവദാരു പലക കൊണ്ട് കതകുണ്ടാക്കാമായിരുന്നു. മണവാട്ടി: ഞാനൊരു മതിലാണ്, സ്തനങ്ങളാണ് ഗോപുരങ്ങൾ. അപ്പോൾ അവൻ്റെ ദൃഷ്ടിയിൽ ഞാൻ സമാധാനം കണ്ടെത്തി. മണവാളൻ: സോളമന് ബാൽഹമോണിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ മുന്തിരിത്തോട്ടം പാട്ടത്തിന് കൊടുത്തു. ഓരോരുത്തരും 1000 വെള്ളിനാണയങ്ങൾ പാട്ടം കൊടുക്കേണ്ടിയിരുന്നു. എൻ്റെ മുന്തിരിത്തോട്ടമാകട്ടെ എൻ്റേതു മാത്രമാണ്. സോളമൻ: നിനക്ക് 1000 ഉണ്ടായിക്കൊള്ളട്ടെ, കൃഷിക്കാർക്ക് 200 ഉണ്ടായിക്കൊള്ളട്ടെ. ഉദ്യാനത്തിൽ വസിക്കുന്നവളെ, എൻ്റെ തോഴിമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു. ഞാനും അത് കേൾക്കട്ടെ. മണവാട്ടി: എൻ്റെ പ്രിയനെ, വേഗം വരുക. സുഗന്ധദ്രവ്യങ്ങളുടെ മലകളിൽ കലമാൻകുട്ടിയെപ്പോലെയോ ചെറുമാൻ പേടയെപ്പോലെയോ വേഗം വരുക. ദൈവമായ കർത്താവിന് സ്തുതി.